ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ഡിറ്റർമിനൻസിൻ്റെ മറ്റ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ മെട്രിക്സ് ഉപയോഗിച്ചിട്ട്, മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് കൺസിസ്റ്റന്റ് ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം, കൺസിസ്റ്റന്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, കൺസിസ്റ്റന്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്താണെന്ന് അറിയണം. കൺസിസ്റ്റന്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് is said to be consistent if it has one or more solutions. A system of equations is said to be consistent if its solutions exist. അതിന്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണം. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് യുണീക്ക് സൊല്യൂഷൻ ആകാം, അല്ലെങ്കിൽ മോർ ദാൻ വൺ സൊല്യൂഷൻ ആകാം. യുണീക്ക് എന്ന് വെച്ചാൽ ഒരു സൊല്യൂഷൻ. അപ്പോൾ ഒരു സൊല്യൂഷനോ ഒന്നിൽ കൂടുതൽ സൊല്യൂഷനോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെയാണ് കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഇഫ് എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഡസ് നോട്ട് ഹാവ് എ സൊല്യൂഷൻ, ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻകൺസിസ്റ്റന്റ്. അതിന് പറയുന്ന പേര് ഇൻകൺസിസ്റ്റന്റ് എന്നാണ്. അപ്പോൾ കൺസിസ്റ്റന്റും ഇൻകൺസിസ്റ്റന്റും എന്താണ് നമ്മൾ പറഞ്ഞു. എന്താണ് കൺസിസ്റ്റന്റ് എന്ന് വെച്ചാൽ സൊല്യൂഷൻ ഉണ്ട്. എത്ര സൊല്യൂഷൻ? അത് യുണീക്ക് സൊല്യൂഷൻ ആകാം, അല്ലെങ്കിൽ മോർ ദാൻ വൺ സൊല്യൂഷൻസ് ആകാം. ഇൻകൺസിസ്റ്റന്റ് എന്ന് വെച്ചാൽ സൊല്യൂഷൻ ഇല്ല, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ രണ്ട് ടേംസ് അറിയണം, കൺസിസ്റ്റന്റും ഇൻകൺസിസ്റ്റന്റ്. ക്ലിയർ അല്ലേ? എന്നാൽ കൺസിസ്റ്റന്റ് എന്ന് വെച്ചാൽ സൊല്യൂഷൻ ഉണ്ട്, അത് യുണീക്ക് സൊല്യൂഷനോ മോർ ദാനോ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ആയിക്കോട്ടെ. ഇൻകൺസിസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താണ്? സൊല്യൂഷൻ ഇല്ല എന്നാണ് മീനിങ്. സൊല്യൂഷൻ ഇല്ല. നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1. ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. 3 വേരിയബിളിലുള്ള ഒരു ലീനിയർ ഇക്വേഷൻ. ലീനിയർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിഗ്രി ഉണ്ടാവും. എക്സ് വൈ സെഡ് എന്ന് പറയുന്ന വേരിയബിൾസ് a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1. രണ്ടാമത്തെ ഇക്വേഷൻ a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2. തേർഡ് ഇക്വേഷൻ a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു d3. ഇത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് വെച്ചാൽ എന്താണ്? എ ഫാമിലി ഓഫ് ഇക്വേഷൻസ്, കുറെ സൊല്യൂഷൻസിന്റെ ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ്. ഇത് 3 ഇക്വേഷൻസ് ആണ്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ മെട്രിക്സ് ഫോമിൽ എങ്ങനെ എഴുതാൻ നോക്കാം. മെട്രിക്സ് ഫോമിൽ എഴുതുന്നത് ആദ്യം ഇതിന്റെ കോഎഫിഷ്യൻസ് a1 b1 c1 ഒരു മെട്രിക്സിൽ എഴുതാനുണ്ടാവും. എക്സ് വൈ സെറ്റിന്റെ കോഎഫിഷ്യൻസ് a1 b1 c1. സെക്കൻഡ് ഇക്വേഷനിലേക്ക് വരുമ്പോൾ a2 b2 c2. തേർഡ് ഇക്വേഷനിലേക്ക് വരുമ്പോൾ a3 b3 c3. ഇങ്ങനെ എഴുതി. ഇനി ഇൻഡു ഇതിലെ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സ് വൈ സെഡ്, എക്സ് വൈ സെഡ് ഈക്വൽസ് റൈറ്റ് സൈഡിലെ കോൺസ്റ്റൻസ് ആണ് d1 d2 d3, d1 d2 d3. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ മെട്രിക്സ് ഫോം ഇതാണ്. നോക്കാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് റോ ഇൻ ഫസ്റ്റ് കോളം a1x പ്ലസ് b1y പ്ലസ് c1z ഉണ്ടാവും ഈക്വൽ ടു d1. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1 ഫസ്റ്റ് ഇക്വേഷനായി. ഇനി a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2 സെക്കൻഡ് ഇക്വേഷനായി. തേർഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു d3 മൂന്നാമത്തെ ഇക്വേഷനായി. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. എന്ന് വെച്ചാൽ ഇത് രണ്ടും സെയിം ആണ്. ഇത് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ഇത് ഇതിന്റെ മെട്രിക്സ് ഫോമാണ്. ഈ മെട്രിക്സ് ഫോമിനെ നമുക്ക് ഷോർട്ട് ഫോമിൽ എഴുതാം. ഇതിനെ ax ഈക്വൽ ടു b എന്ന് എഴുതാം. എന്താണ് ax ഈക്വൽ ടു b? വാട്ട് ഈസ് a എന്ന് വെച്ചാൽ ഈ മെട്രിക്സ് ആണ്. a1 b1 c1, a2 b2 c2, a3 b3 c3. ഇതിനെ പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്നാണ്. അപ്പൊ ഏത് പേരെന്താണ്? കോഎഫിഷ്യന്റ് മെട്രിക്സ്. തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിലെ വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫോം ചെയ്യുന്ന മെട്രിക്സ് ആണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇനി എക്സ് എന്താണെന്ന് വെച്ചാൽ, എക്സ് എന്ന് പറയുന്നത് ഒരു കോളം മെട്രിക്സ് ആണ്. ആ കോളം മെട്രിക്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് വേരിയബിൾസ് ആണ്. എക്സ് വൈ സെഡ് അല്ലെങ്കിൽ അൺനോൺസ്, നമുക്കറിയില്ലാത്ത ടേംസ് എക്സ് വൈ സെഡ്, അതാണ് എക്സ് എന്ന് പറയുന്നത്. ബി എന്ന് വെച്ചാൽ അതിന് പറയുന്നത് കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ്. d1 d2 d3, d1 d2 d3. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അതിനെ നമ്മൾ
മെട്രിക്സ് ഫോമിൽ എഴുതി. ആ മെട്രിക്സ് ഫോമിനെ ഷോർട്ട് ഫോമിലേക്ക് കൊണ്ടുവന്നു. എ എക്സ് ഈക്വൽ ടു ബി. എ എക്സ് ഈക്വൽ ബി എന്ന ഫോമിൽ എഴുതുമ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ഇതിനെ ഷോർട്ട് ഫോമിൽ എഴുതുന്നത്. എ എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതി. അപ്പൊ ചോദിക്കുക എന്താണ് എ എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്നാണ് പറയുന്നത്. എന്താണ് എ? കോഎഫിഷ്യന്റ്. ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ അൺനോൺസ് അല്ലെങ്കിൽ വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് A1 B1 C1 A2 B2 C2 A3 B3 C3. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അൺനോൺസ് അല്ലെങ്കിൽ വേരിയബിൾസ്, അതൊരു കോളം മെട്രിക്സ് ആണ്. റൈറ്റ് സൈഡിൽ വരുന്ന കോൺസ്റ്റൻസ് ആണ് D1 D2 D3 എന്ന് പറയുന്നത്. ഇങ്ങനെ എ എക്സ് ഈക്വൽ ബി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കാണാനായിട്ട് ഒന്നാമത്തെ കേസ്, ഇഫ് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എ നോൺ സിംഗുലർ എന്ന് പറയും. എ എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആണെങ്കിൽ, എ നോൺ സിംഗുലർ ആണെങ്കിൽ, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ്. എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. കാരണം നമുക്കറിയാം എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണ്? അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ നോൺ സീറോ ആയിരിക്കണം. അപ്പോൾ എ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിനെയും എ എക്സ് ഈക്വൽ ബി എന്ന് പറയുന്ന ഇക്വേഷൻ രണ്ട് സൈഡിനെയും എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ആണ്. എ ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് കിട്ടും ഈ ഇക്വേഷന്. ഇതിന്റെ രണ്ട് സൈഡിനെയും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു? ഡിറ്റർമിനന്റ് നോൺ സീറോ എന്ന് എടുത്തിരിക്കുന്നു. ഒന്നാമത്തെ കേസ്. ഇത് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. ഇത് നമുക്ക് എ ഇൻവേഴ്സ് എ ഒരു ബ്രാക്കറ്റിൽ ഇൻറ്റു എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് എഴുതാം. വാട്ട് ഇസ് എ ഇൻവേഴ്സ്? എ ഇൻറ്റു എ ഇൻവേഴ്സ് നമുക്കറിയാം. എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു ഐ എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഒരു മെട്രിക്സിനെ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. ഇത് ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് കിട്ടും. ഐ ഇൻറ്റു എക്സ്. വാട്ട് ഈസ് ഐ ഇൻറ്റു എക്സ്? ഏതൊരു മെട്രിക്സിനെയും ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം മെട്രിക്സ് കിട്ടും. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് കിട്ടും. ഇങ്ങനെയാണ് എക്സ് കാണുന്നത്. അപ്പോൾ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നാണ്. ഇതാണ് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ മെത്തേഡ്. ഇത് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ എക്സ് വൈ സെറ്റിന്റെ വാല്യൂ ആണ്. എക്സ് വൈ സെറ്റ് എന്ന് പറയുന്ന ആ കോളം മെട്രിക്സ് ആണെങ്കിൽ ക്യാപിറ്റൽ എക്സ് എഴുതിയിരിക്കുന്നത്. ആ ക്യാപിറ്റൽ എക്സ് കിട്ടണമെങ്കിൽ എ ഇൻവേഴ്സ് ബി, ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സിനെ ബി എന്ന് പറയുന്ന മെട്രിക്സ്, ഇതാണ് ബി എന്ന മെട്രിക്സ്, ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ.